ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും മിഡിൽ ഈസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഇറാൻ, രണ്ടാമത് സിറിയ. സിറിയയിൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത്. അത് ഈ IS-ഉമായിട്ട് ചേർന്നുകൊണ്ട് ഈ ഐസിസുമായിട്ട് ചേർന്നുകൊണ്ട് എച്ച് ടി എസ് തന്നെ ഐസിസ് ആണ്. പിന്നെ അതിനകത്ത് ചേരേണ്ട ആവശ്യമൊന്നുമില്ല. അവർ മൈനോറിറ്റികൾക്കെതിരെ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ, പ്രത്യേകിച്ചും കുർദുകൾക്കെതിരെയാണ് ആക്രമണങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഇതിന് തക്കതായിട്ടുള്ള കാരണമുണ്ട് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഈ കാരണത്തിൽ ഒന്ന് പ്രധാനമായിട്ടും ഈ കഴിഞ്ഞ ആഴ്ച അഹമ്മദ് അൽ ഷാര ഈ അലപ്പോ റീജിയനിൽ സന്ദർശിച്ചിട്ട് അവിടെ ഒരു കറൻസി ഒക്കെ പബ്ലിഷ് ചെയ്ത് ഒരു പ്രത്യേക സന്ദർശനം നടത്തിയ സമയത്ത് അയാൾക്കെതിരെ ഒരു പ്ലോട്ട് ഉണ്ടായിരുന്നു. ആ പ്ലോട്ടിൽ ചെറുതായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചികിത്സയൊക്കെ തേടി ആർമി ഹോസ്പിറ്റലിൽ ഇരുന്ന് ചികിത്സയൊക്കെ തേടി ഇപ്പോഴാണ് ഡിസ്ചാർജ് ആയതെന്നുള്ള ഒരു വാർത്ത ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ വധശ്രമം നടത്തിയത് ശരിക്കും ഇറാൻ ആണെന്നുള്ള അലിഗേഷൻ ഉണ്ട്. പക്ഷെ അതേസമയം ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഇത് തുർക്കിയുടെ പ്ലാൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ HTS ഇല്ല, ഇത് ഈ SDF സിറിയൻ ഡെമോക്രാറ്റിക് ഫ്രണ്ട് അതുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഈ കുർദുകളുടെ സൈഡിൽ നിന്നും വന്ന ആക്രമണമാണെന്ന് HTS പറയുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ശരിക്കും രണ്ട് ടീമുകൾ. ഇത് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് മൈനോറിറ്റിക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഉടനെ നിർത്തണം. അത് നിർത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഇസ്രായേലിന്റെ സൈഡിലുള്ള താക്കീത്. ആർക്കാണ്? അഹമ്മദ് അൽ ഷാരയ്ക്ക്. ഞാൻ ഈ സൈഡിൽ വെച്ചിരിക്കുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ റീസെന്റ് ആയിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളാണ്. സ്ത്രീകളെയൊക്കെ തലമുടിക്ക് പിടിച്ചങ്ങ് വലിച്ചങ്ങ് എടുത്തുകൊണ്ട് പോവാണ്. ഇവരെയൊക്കെ അടിമകളായിട്ടാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ ഇവരെയൊക്കെ സ്ലേവ്സ് ആയിട്ട് വെച്ച് ഉപയോഗിക്കുമോ അല്ലാന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ റിലീസ് ചെയ്യുമോ എന്നുള്ളത് നമുക്കറിയില്ല. അതേസമയം ഈ കുർദ് സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോകുന്ന ഈ വിരുദ്ധന്മാർക്ക് എല്ലാവർക്കും തന്നെ ഇവരുടെ വസ്ത്രങ്ങളിൽ ഐസിസിന്റെ സിമ്പൽ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അപ്പൊ ഇത് സിറിയയുടെ HTSന്റെ പടയാളികൾ തന്നെ ഐസിസുകാരാണെന്നുള്ളതാണ് ഇപ്പം പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഇതിന് തുർക്കിയുടെ സപ്പോർട്ടും കൂടി ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ് ഇസ്രായേൽ തുറന്നു കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അതേസമയം സിറിയയിലുള്ള HTS ഇതിനെ ഇറാനെതിരെയുള്ള പ്ലോട്ടായിട്ട് തിരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഇനിയിപ്പോ ഇറാനുമായിട്ട് എന്താണ് ബന്ധം എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തുർക്കിയുടെയും അതേപോലെ തന്നെ ഈ ഇറാഖിന്റെയും ബോർഡറുകളിൽ, അതായത് ഇറാന്റെ നോർത്ത് വെസ്റ്റേൺ ഏരിയകളിൽ ശരിക്കും ആയുധങ്ങൾ കടന്നു കയറുന്നുണ്ട്. അതായത് ആയുധങ്ങൾ അതിലൂടെയാണ് ഇറാന്റെ ഉള്ളിലേക്ക് പോകുന്നത്. ഈ പ്രതിഷേധക്കാർക്ക് ഇടയിലൂടെ ഈ ആക്രമണകാരികൾ, അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ പ്രതിഷേധിക്കുന്ന സാധാരണക്കാർക്ക് ആയുധങ്ങളില്ല അവരുടെ കയ്യിൽ. പക്ഷെ ഇപ്പം ആയുധധാരികളായിട്ടുള്ള കുറച്ച് ആൾക്കാർ ഈ പ്രതിഷേധത്തിനെ മറയാക്കിക്കൊണ്ട് അതിന്റെ ഉള്ളിൽ കടന്നു കയറി IRGCക്കെതിരെ വെടിവെക്കുന്നു എന്നുള്ളതാണ് വാർത്ത. അപ്പൊ ഈ ആയുധങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇറാഖിന്റെ ബോർഡറിൽ നിന്നാണ് ഈ ആയുധങ്ങളെല്ലാം തന്നെ ഇറാന്റെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ ഈ കാണിക്കുന്ന മാപ്പ് 6-ാം തീയതി, ഇത് ശരിക്കും 6-ാം തീയതി 7-ാം തീയതിയുള്ള മാപ്പാണ്, ഫസ്റ്റ് മാപ്പ്. ഇതിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും തെഹ്റാന്റെ ടോപ്പ് സൈഡിൽ, അതേപോലെ തന്നെ തെഹ്റാനിൽ നിന്നും കുറച്ച് ഇപ്പുറത്ത് നീങ്ങിയിട്ട് നോർത്ത് വെസ്റ്റ് സൈഡിൽ ഈ തുർക്കി അസർബൈജാൻ ആണ് ഇതിന് മുകളിൽ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന അസർബൈജാൻ. അത് കഴിഞ്ഞ തുർക്കിയുടെ ബോർഡറാണ്. അത് കഴിഞ്ഞിട്ട് ഇറാഖുമായിട്ടാണ് ബോർഡർ ഷെയർ ചെയ്യുന്നത് ഇറാൻ. അപ്പൊ ഇവിടെ ഇറാഖ് തുർക്കി ഈ രണ്ട് മേഖലകളാണ് എത്രയും ഡൗട്ട്ഫുൾ ആയിട്ട് ഇവിടെ ആയുധങ്ങൾ വരുന്നത്. ആയുധങ്ങൾ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടെ ഈ കുർദുകൾ ഈ സ്ഥലം ഈ ഒരു അവസരം മുതലാക്കി പിടിച്ചെടുക്കാൻ തീരുമാനിച്ചിട്ടാണ് അവർ ആയുധങ്ങൾ ഏറ്റവും കൂടുതൽ ഇറാന്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. അമേരിക്കയും യൂറോപ്പും തമ്മിൽ നല്ല രീതിയിൽ തർക്കം രൂപപ്പെട്ട് വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ധാർഷ്ട്യം, അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ വെനിസുലയുടെ പ്രസിഡന്റിനെ കടത്തിക്കൊണ്ടുപോയതും അതേപോലെ റഷ്യയുടെ ഒരു ഷിപ്പിനെ ഇവർ കടത്തിക്കൊണ്ടുപോയതൊക്കെ വലിയ രീതിയിലുള്ള മിലിറ്ററി അച്ചീവ്മെന്റ് ആയിട്ട് അവർ ഉയർത്തി കാണിക്കുകയും അതിൽ വളരെ പ്രൗഡായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ഏത് ലോക നേതാക്കളെയും ഒരു വകയും വെക്കാത്ത രീതിയിൽ, ഏത് ലോക നേതാക്കൾക്കും ഒരു മര്യാദയും കൊടുക്കാത്ത രീതിയിൽ മറ്റുള്ള രാജ്യങ്ങളെല്ലാം തരം താഴ്ത്തിക്കൊണ്ടുള്ള പ്രസ്താവനകളാണ് ട്രംപിന്റെ വായിൽ നിന്ന് വരുന്നത്. ഇതേ ട്രംപ് തന്നെയാണ് താരിഫുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് 70-ലധികം രാജ്യങ്ങൾ എന്റെ ഡാഷിൽ കിസ് ചെയ്യാൻ വരുന്നു എന്നുള്ള
പ്രസ്താവനകളൊക്കെ പുറത്തിറക്കിയ ആളാണ് ട്രംപ്. അപ്പൊ ഇങ്ങനൊരു വൈകല്യം നിറഞ്ഞ ഒരു മാനസികാവസ്ഥയുടെ ഉടമയാണ് ട്രംപ്. അപ്പം ആ ഒരു മാനസികാവസ്ഥ, അതായത് ഈ ഉള്ളി കിടക്കുന്ന ഫ്രോഡുകൾ എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തള്ളി വരുന്നതാണ്. അങ്ങനെ തള്ളി വരുന്ന ഒരു മൊമെന്റ് ആണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു 2 ഇൻസിഡന്റിനെ തുടർന്ന് ട്രംപ് എന്തോ വലിയ ഒരു സംഭവം ചെയ്തതായിട്ട് സ്വയമേ പ്രഖ്യാപിച്ചുകൊണ്ട് പല തരത്തിലുള്ള വിടുവായുത്തരങ്ങളാണ് പറയുന്നത്. അതിന് എൻറ്റയർ യൂറോപ്പിനെ താഴ്ത്തിക്കെട്ടാണ്. ഈവൻ പ്രൈം മിനിസ്റ്റർ മോദിയെ വരെ മോക്ക് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് പുറത്തിറക്കുന്നത്. അതായത് 68 ഹെലികോപ്റ്റേഴ്സ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് നമ്മൾ അമേരിക്കയുടെ കാല് പിടിക്കുന്നു എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ട്രംപ് പറഞ്ഞു വെച്ചത്. അപ്പൊ അതിനെതിരെ പ്രൈം മിനിസ്റ്റർ മോദി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇൻഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം നമ്മൾ അമേരിക്കയുമായിട്ട് നേരിട്ട് ഒരു കൊമ്പ് കോർത്ത് യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു ഡിപ്ലോമസി അല്ല നമ്മളുള്ളത്. അപ്പൊ അതുകൊണ്ട് മൈൽഡ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടി വേറെ ഒന്നുമില്ല. അതായത് ഡൊണാൾഡ് ട്രംപ് ഗാസ പീസ് സബ്മിറ്റിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്ഷണം നിരസിക്കുകയാണ് ചെയ്തത് പ്രൈം മിനിസ്റ്റർ മോദി. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാളുടെ ക്ഷണം നിരസിച്ച ഒരാൾ പിന്നെ എങ്ങനെയാണ് അയാളെ വിളിച്ചിട്ട് പ്ലീസ് ചെയ്യുക ഹെലികോപ്റ്ററിന് വേണ്ടിയിട്ട്? നമ്മൾ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈസ പേ ചെയ്തിട്ടാണ് ആ സാധനം ഇങ്ങോട്ട് കിട്ടുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും പ്ലീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പ്ലീസ് ചെയ്തിട്ടുമില്ല. ഇവര് ഈ ഹെലികോപ്റ്ററിനെ കുറിച്ച് സംസാരിച്ചത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ 2 ഓപ്പറേഷനിലും ഇവർ യൂസ് ചെയ്തത് ഹെലികോപ്റ്റേഴ്സ് ആണ്. ഏതാണ്? വെനിസുലയിലെ പ്രസിഡന്റിനെ കടത്തിക്കൊണ്ടുപോകാനും ഇവർ യൂസ് ചെയ്തത് ഹെലികോപ്റ്റേഴ്സ് ആണ്. അതേപോലെ തന്നെ റഷ്യൻ ഷിപ്പിനെ ഇവർ കടത്തിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ചതും ഇതേ ഹെലികോപ്റ്റേഴ്സ് ആണ്. അപ്പൊ അമേരിക്കയുടെ ഈ ഒരു പ്രോഡക്റ്റിന് മാർക്കറ്റ് വാല്യൂ ഉണ്ടാക്കാണ്. അപ്പൊ അതിനോടൊപ്പം ഇന്ത്യ 68 ഈ കാറ്റഗറിയിൽപ്പെട്ട ഹെലികോപ്റ്റേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് അവരുടെ മാർക്കറ്റിംഗ്. ആ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ പേരെടുത്ത് ടാർണിഷ് ചെയ്യുന്നത്. നമ്മളത് കാല് പിടിക്കുന്നു, അതായത് പ്ലീസ് ചെയ്യുന്നു, എത്രയും വേഗം എനിക്ക് വേണം. കാരണം ഈ 68 ഹെലികോപ്റ്റേഴ്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇന്ത്യ ഉണ്ടാവില്ല. കാരണം ഈ ഹെലികോപ്റ്റേഴ്സ് കിട്ടിയിട്ട് വേണം ഇന്ത്യയുടെ കംപ്ലീറ്റ് കാര്യങ്ങളും നേരെ ചൊവ്വേ മുന്നോട്ട് പോകാൻ. ഇത് ഇന്ത്യയുടെ ഡിഫൻസിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഈ ഒരു 68 ഹെലികോപ്റ്റേഴ്സ്. ഇതില്ലാന്നുണ്ടെങ്കിൽ നാളെ ഇന്ത്യ സൂര്യോദയം കാണില്ല. അതുകൊണ്ടാണ് ട്രംപ് ഈ രീതിയിൽ ഈ ഹെലികോപ്റ്റേഴ്സ് പ്രൊമോഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ഫ്രാൻസിൽ വെച്ചിട്ട് ഒരു സ്പീച്ച് നടത്തിയിട്ടുണ്ട്. അതായത് ഈ ഫ്രഞ്ച് ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, അതായത് ഗ്ലോബൽ സൗത്ത് എന്ന് പറഞ്ഞൊന്നും ഇല്ല. അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് സ്പീച്ചാണ്. അതായത് ഈ ഗ്ലോബൽ സൗത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഒരു രീതിയിലും ഇന്ത്യ എംഫസൈസ് ചെയ്ത് സംസാരിച്ചില്ല. പക്ഷെ അതിന് ഉത്തരം കൊടുക്കുന്ന രീതിയിൽ നേരെ മറിച്ച് യൂറോപ്പിൽ തൽക്കാലം നടക്കുന്ന പ്രശ്നങ്ങളും യൂറോപ്പിന്റെ നിലവിലെ അവസ്ഥയും യൂറോപ്പ് പെട്ടുകിടക്കുന്ന ഈ ഒരു സാഹചര്യം, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് തന്നെ ഒരു സ്പീച്ചാണ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ അവിടെ നടത്തിയത്. ഇത് ശരിക്കും യൂറോപ്പിന് കൊണ്ടിട്ടുണ്ട്. അമേരിക്ക പ്രത്യേകിച്ച് യൂറോപ്പിനെ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു ബീട്രയൽ ലെവൽ ട്രീറ്റ്മെന്റ് ആണ് ശരിക്കും അമേരിക്ക കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ട്രീറ്റ്മെന്റ് അപമാനകരമാണ്. അത് ശരിക്കും ഏതൊരു രാജ്യത്തിനും ട്രംപ് ട്രീറ്റ് ചെയ്യുന്ന രീതി, അപ്പം നിലവിലുണ്ടായിരുന്ന ഒരു ഗ്ലോബൽ ഓർഡറിനെ തന്നെ ഒരു റെസ്പെക്റ്റും ഇല്ലാതെ, ഒരു മ്യൂച്വൽ റെസ്പെക്ട്, അതായത് പരസ്പരം രാജ്യങ്ങൾ തമ്മിൽ നല്ല രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയും റെസ്പെക്റ്റോട് കൂടിയുമാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിനൊന്നും ഇപ്പൊ യാതൊരു വിലയും ഇല്ലാത്ത ഒരു അവസ്ഥയാണെന്നുള്ളത് മാക്രോൺ ആണ് അവിടെ സൂചിപ്പിച്ചത്. മാക്രോന്റെ സ്പീച്ചിനെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ്, മാക്രോന്റെ സ്പീച്ചിനെ ഇൻഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ജയശങ്കർ അവിടെ സംസാരിച്ചത്. അപ്പൊ അതിനെ തുടർന്ന് മാക്രോൺ ഇന്ത്യ വിസിറ്റ് അത് കൺഫേം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഇടപാടുകൾ, പ്രത്യേകിച്ച് റഫേലിന്റെ ഇടപാടുകളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് യൂറോപ്പിന് കൊടുക്കേണ്ട മറുപടി കൃത്യമായിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ യൂറോപ്പ് ഇപ്പം ഒരു നിലപാടിലെത്തിയിരിക്കുകയാണ്. ഇതിൽ അവിടെ US-നെതിരെയുള്ള വിമർശനങ്ങൾ യൂറോപ്പിലെ പല രാജ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരെ എടുക്കുന്ന നിലപാടുകൾ ഒട്ടും ശരിയല്ല എന്നുള്ളത് തന്നെയാണ് മെജോറിറ്റി രാജ്യങ്ങളുടെ അഭിപ്രായം. India's major relationships, I believe that the one with the European Union and Europe, and obviously with its member states, has the most room to grow today. We have tremendous unrealized potential and many new areas to explore. It is appropriate that this format, which has brought us together, has 3 very important European partners. My discussions today leave me confident that they will support that effort to take India-Europe ties to the next level. At the end of the day, the world is moving in a multipolar direction. Factors and events that make it more volatile and uncertain also make a very powerful argument for deeper collaboration among those who are like-minded, those who have convergence, and those who have shared views. That is the exercise that has brought us together. And let me conclude once again by thanking my colleagues. അവർ പറഞ്ഞു വെക്കുന്നത് അമേരിക്ക ഒരു പോളിസിയും മാനിക്കുന്നില്ല. അതാണ് മെയിൻ ആയിട്ട്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ പോളിസി ആയിക്കോട്ടെ, എക്കണോമിക് ഫോറത്തിന്റെ പോളിസി ആയിക്കോട്ടെ, UN പോളിസികളായിക്കോട്ടെ, ഒരു തരത്തിലുള്ള ഗ്ലോബൽ ഫോറത്തിന്റെ പോളിസിയും അവർ അംഗീകരിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇവർ ഇതെല്ലാം വയലേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ
ഇതിനെല്ലാം ഒരു പ്രസക്തിയില്ലാത്ത അവസ്ഥയിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ സാഹചര്യത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഫ്രാൻസിലെ പാരീസിലെ മീറ്റിംഗ് അവസാനിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും മാക്രോൺ ഇന്ത്യയിലേക്ക് വരും. പക്ഷേ ട്രംപ് ഇന്ത്യ വിസിറ്റ്, അതാണ് അടുത്ത ചോദ്യം. ട്രംപ് ഇന്ത്യ വിസിറ്റ് ഈ വർഷം 2026 നടക്കുമെന്ന് തന്നെയാണ് അമേരിക്ക പറഞ്ഞിരുന്നത്. പക്ഷേ ഇതുവരെ അതിനെക്കുറിച്ചുള്ള യാതൊരു അറിയിപ്പും വന്നിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഒന്നേ ഉള്ളൂ. അതിന് കാരണം വേറെ ഒന്നുമല്ല, ട്രംപ് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ മോദിയെ തൊട്ടിപ്പുറത്തെ കസേരയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ ട്രംപ് വിളിച്ചു പറയും, എന്താണ്, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് ഞാനാണ് എന്ന് വിളിച്ചു പറയും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് വീണ് കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പൊ ആ അവസരം ഇവിടെ കൊടുക്കണോ എന്നുള്ളതാണ് ഇപ്പം നിലവിലെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു അങ്കലാപ്പ്. ശരിക്കും പറഞ്ഞാൽ ട്രംപ് വരണം, പക്ഷെ വരണ്ട. ഇത് ശരിക്കും ഇതാണ് യാഥാർത്ഥ്യം. അതായത് ട്രംപിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ട്രംപ് വലത്തോട്ട് ഇടത്തോട്ടൊന്നും നോക്കത്തില്ല. ട്രംപ് തോന്നുന്നത് എന്താണോ, ട്രംപിന് വേണ്ട എന്താണോ, അത് അവിടെ നിന്ന് പ്രസ്താവനയായിട്ട് അങ്ങ് പ്രഖ്യാപിക്കും. അത് കഴിഞ്ഞിട്ട് മോദിക്ക് അത് ഡിനൈ ചെയ്യാനും പറ്റത്തില്ല, ഒരുപക്ഷെ അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. അതായത് തള്ളാനും കൊള്ളാനും പറ്റാത്ത അവസ്ഥയിൽ അവിടെ നിൽക്കേണ്ടി വരും സ്റ്റാച്ചു ആയിട്ട്. അതായത് അമേരിക്കൻ പ്രസിഡന്റിനെ നമ്മൾ വിളിച്ചുകൊണ്ട് വന്ന് ഇന്ത്യയിൽ കൃത്യമായിട്ട് ആ സെറമണി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. ഇപ്പോഴും അയാൾ 8 യുദ്ധം ഞാനാണ് നിർത്തിയതെന്ന് പറഞ്ഞിട്ട് ചെറിയ പേപ്പർ കഷ്ണത്തിൽ എഴുതി ആ കുറിപ്പ് പോക്കറ്റിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. എവിടെ പോയാലും ഏത് പത്രസമ്മേളനത്തിലും അതെടുത്ത് ഇങ്ങനെ വായിക്കും. അതിൽ നമ്പർ 1 ഇന്ത്യ പാകിസ്ഥാനാണ്. ഇന്ത്യ പാകിസ്ഥാൻ, കംബോഡിയ, തായ്ലാന്റ്, റുവാണ്ട, കോങ്കോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ വലിയ നീണ്ട ഒരു ലിസ്റ്റ് തന്നെയുണ്ട് ആളുടെ കയ്യിൽ. അപ്പൊ ഇങ്ങനത്തെ വ്യക്തിയെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയാൾ ഇവിടെ നിന്നും ഇത് തന്നെ വിളിച്ചു പറയും ഇന്ത്യക്കുള്ളിൽ. അതാണ് ഇപ്പൊ BJP ഗവൺമെന്റ് നേരിടുന്ന ഒരു പ്രതിസന്ധി. ട്രംപിനെ കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥ. പ്രശ്നം വേറെ ഒന്നുമില്ല, ഇതാണ് പ്രശ്നം. ഇതൊക്കെയാണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. അപ്പൊ അതുകൊണ്ട് ട്രംപിന്റെ ഇന്ത്യ വിസിറ്റ് വീണ്ടും ഡിലേ ആകുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ട്രേഡ് ഡീല് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, ഇതിലൊക്കെ ഒരു കോംപ്രമൈസ് ഉണ്ടാവാതെ ട്രംപിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടിക്ക് അത് പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് ട്രംപ് ഇപ്പൊ ഈ ഇടപെട്ട കാലത്തൊന്നും ഇന്ത്യ സന്ദർശിക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ എന്തായാലും യൂറോപ്യൻ നേതാക്കളെല്ലാം തന്നെ ഒരുമിച്ച് ഒരു നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് യൂറോപ്പിന്റെ വിഷയത്തിലേക്ക് വരാം. തൽക്കാലം ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിന് മെയിനായിട്ട് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പറയാനാണ് ഈ വീഡിയോ ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.